കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. വയനാട് മുതൽ കോട്ടയം വരെ 9 ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് 3 ദിവസത്തേക്ക് പ്രവേശനം നിരോധിച്ചു. കോറികളുടെ പ്രവർത്തനവും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ പലയിടങ്ങളിലും വൻ നാശനഷ്ടമുണ്ടായി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, കാസർഗോഡ് നിലവിൽ മഴ തുടരുകയാണോ? ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അദ്ര, ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ജില്ലയിൽ ഇന്നും നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറായി ജില്ലയിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ 24 മണിക്കൂറായി ശക്തമായ മഴ ഗ്രാമാന്തരങ്ങളിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും ലഭിക്കുന്നുണ്ട്. തീരദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ബീച്ചുകളിലേക്കും റാണിപുരം തുടങ്ങിയ മലയോര മേഖലകളിലേക്കും വിനോദസഞ്ചാരത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 ദിവസത്തേക്ക് ഇത്തരത്തിൽ വിനോദസഞ്ചാരത്തിനായി യാത്രകൾ പാടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പ്രധാനമായും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ടെന്നും ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 51 ഇടങ്ങളിലാണ് ഈ പ്രശ്നബാധിത പ്രദേശങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ വ്യാപകമായ രീതിയിൽ മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ വഴി പോകുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും സ്വതന്ത്ര നടപടികൾ ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. പ്രശ്ന പരിഹാരത്തിനും മറ്റുമായി ഇത്തരത്തിൽ എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം ഇതിനോടകം രൂപീകരിച്ചു കഴിഞ്ഞു. എന്തായാലും ജില്ലയിൽ മഴയുമായി ബന്ധപ്പെട്ട് മറ്റു കെടുതികളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദേശീയപാത വഴി പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളത്. വലിയ രീതിയിൽ ചെളിയും അതുപോലെ തന്നെ വെള്ളക്കെട്ടും രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഓവുചാലിനായി നിർമ്മിച്ചിട്ടുള്ള പലയിടങ്ങളിലും വെള്ളം നിറഞ്ഞത് മൂലം ഈ ഓവുചാലിൽ വാഹനങ്ങൾ താഴ്ന്നു പോവുകയും ജനങ്ങൾ പതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ദേശീയപാത വഴി കടന്നു പോകുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. എന്തായാലും ജില്ലയിൽ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശക്തമായ മഴ തുടരുകയാണ്. തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും ഇത്തരത്തിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ മറ്റു കോരകളുടെ പ്രവർത്തനവും നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 24 മണിക്കൂറിലധികമായി കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആതിര, ജോസഫ്, അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അടക്കം നിരോധനം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? അതിന് പ്രധാനമായും മലയോര മേഖലകളിലാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മലയോര മേഖലകളായിട്ടുള്ള റാണിപുരത്തും മറ്റും ഇത്തരത്തിൽ വിനോദസഞ്ചാരത്തിനായി പോകാൻ പാടില്ല എന്ന് ജില്ലാ ഭരണകൂടം ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, കാസർഗോഡ് ജില്ലയിൽ നിരവധി ബീച്ച് പ്രദേശങ്ങളുണ്ട്. ബേക്കൽ ബീച്ച് മുതലായ പ്രധാനപ്പെട്ട ബീച്ചുകളുണ്ട്. ഈ ബീച്ചിലും ഇത്തരത്തിൽ യാത്രകൾ പാടില്ല എന്ന നിർദ്ദേശം ഇതിനോടകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ദേശീയപാത വഴി കടന്നു പോകുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കൽ പിന്നിട്ടിരിക്കുന്ന പണി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചെളിയും മണ്ണും ജലവും ഇത്തരത്തിൽ റോഡിൽ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ വാഹനങ്ങൾ താഴ്ന്നു പോകുകയും റോഡ് ഇടിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുവഴി കടന്നു പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത്. സുരക്ഷിതമായ മറ്റും മാർഗങ്ങളിലൂടെ എത്തിച്ചേരാൻ സാധിക്കുന്നവർ ആ വഴി സ്വീകരിക്കണമെന്നും പ്രധാനമായും ജാഗ്രത മുന്നറിയിപ്പിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും എല്ലാ താലൂക്കുകൾ കേന്ദ്രീകരിച്ചും വില്ലേജുകൾ കേന്ദ്രീകരിച്ചും റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ എത്രയും വേഗം എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരവധി ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായതൊഴിച്ച്
ബാക്കി അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മണിക്കൂറിൽ 30 മുതൽ 60 നോട്ടിക്കൽ മൈൽ വേഗതയിൽ വീശിയടിക്കാൻ കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും കൂടി ലഭിച്ചിട്ടുണ്ട്. ആതിര. ശരി ജോസഫ്, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. വയനാട് മുതൽ കോട്ടയം വരെ 9 ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്ത് ഇപ്പോഴും അതിതീവ്ര മഴ തുടരുകയാണോ? ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതിര, ഇന്നലെ രാത്രി തുടങ്ങിയ അതിശക്തമായ മഴയും കാറ്റും ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മരം കടപുഴുകി വീടിൻ്റെ മുകളിലേക്ക് വീണാണ് വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ആളുകൾക്ക് ഒന്നും തന്നെ നിലവിൽ ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. അവർ സുരക്ഷിതരാണ്. അതേസമയം തിരുവനന്തപുരം നഗരത്തിലെത്തുമ്പോഴേക്കും തിരുവനന്തപുരം നഗരത്തിലും ശക്തമായ മഴയും കാറ്റും ഇപ്പോഴും തുടരുന്നു. രാജ്ഭവന് സമീപവും ഒപ്പം വെള്ളയമ്പലത്തിലും കുറവൻകോണത്തും ഒക്കെ തന്നെ റോഡിലേക്ക് മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. അത് ഫയർഫോഴ്സ് എത്തി അത് മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗതം തടസ്സം ഇപ്പോൾ നിലവിലില്ല. എങ്കിൽ തന്നെയും വലിയ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ മഴ വിവിധ സ്ഥലങ്ങളിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ മുന്നറിയിപ്പ്. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് ഉണ്ടോ എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം വെള്ളക്കെട്ട് കണക്കിലെടുത്തുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാധ്യതയും ഉണ്ട്. നിലവിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ മുന്നറിയിപ്പ് അനുസരിച്ച് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതേസമയം പത്തനംതിട്ട മുതൽ പാലക്കാട്, വയനാട് വരെയുള്ള സ്ഥലങ്ങളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് 2 ജില്ലകളിൽ അതിതീവ്ര മഴ, അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുമാണ്. നാളെയാണ് കാലവർഷം എത്തും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നെങ്കിലും ഒരു ദിവസം മുന്നേ തന്നെ അതിശക്തമായ മഴയും കാറ്റും തുടങ്ങിയിരിക്കുന്നു. ഒപ്പം കള്ളക്കടൽ പ്രതിഭാസം ഇന്നലെയൊക്കെ പ്രവചിച്ചിരുന്നെങ്കിൽ ഇന്നത് മാറിയിരിക്കുന്നു. അതിന് പകരം ശക്തമായ തിരമാലകളുടെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം, വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരള തീരങ്ങളിൽ അതിശക്തമായ കാറ്റും മഴയും നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ തിരമാലകൾ 2 മീറ്ററോളം ഉയരത്തിൽ തീരത്തേക്ക് അടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിൽ പോകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല ഈ വിനോദസഞ്ചാര മേഖലകളിലും വിലക്കുണ്ട്. പ്രത്യേകിച്ചും ഈ കടൽ തീരങ്ങളിൽ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടവർക്കാണ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവളം, വർക്കല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിയന്ത്രണമുണ്ട്. വർക്കലയിൽ ഹിൽ ടോപ്പ് പ്രദേശങ്ങളിൽ മണ്ണിടിയൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവിടേക്കും വിനോദസഞ്ചാരികൾ പോകരുതെന്ന നിർദ്ദേശം ഇന്നലെ രാത്രി തന്നെ നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പറയുന്നതെങ്കിൽ പോലും ജാഗ്രത തുടരുന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആണ് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേരളത്തിലെ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ക്വാറികൾക്കും ഒപ്പം വിനോദസഞ്ചാരത്തിനും ഒക്കെ തന്നെ നിയന്ത്രണം വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലകളിൽ വിനോദസഞ്ചാര കേന്ദ്രം, പ്രത്യേകിച്ച് പൊന്മുടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കാരണം മണ്ണിടിച്ചിലുള്ള സാധ്യത കണക്കിലെടുത്താണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം രാത്രികാല സഞ്ചാരങ്ങൾക്കും നിയന്ത്രണമുണ്ട്. ആതിര. തീർച്ചയായും ബിനോയ്, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുള്ളത്? ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ട്. തീർച്ചയായും വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സമയത്ത് പകർച്ചവ്യാധികളുടെ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നഗരപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും കാണുന്ന വെള്ളക്കെട്ടുകളിലേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കനുസരിച്ച് ഏകദേശം 273 പേർക്കാണ് കോവിഡ് ബാധ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ സാംക്രമിക രോഗങ്ങളുടെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ആരോഗ്യവകുപ്പ് വലിയ തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനൊപ്പം ജില്ലാ കളക്ടർമാരും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജല വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട മേഖലകൾ, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ കുട്ടവഞ്ചി സവാരി, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കോവളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള കടലുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ നിയന്ത്രണങ്ങൾ തുടരണം എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ആവശ്യമെന്ന് കണ്ടാൽ ദുരന്ത നിവാരണ സേനയുടെ സഹായം തേടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാർ ഇന്നലെ രാത്രി തന്നെ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അഗ്നിശമന സേനയ്ക്കും പോലീസിനും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക്
മഴയുടെ അളവ് കൂടിയിരിക്കുന്നു, ഒപ്പം കാറ്റ് വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ചില നിയന്ത്രണങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അത് കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ചും കൊല്ലം മുതൽ കാസർഗോഡ് വരുന്ന തീരപ്രദേശങ്ങളിൽ വലിയ തരത്തിലുള്ള കാറ്റ് കടലിൽ നിന്ന് ഉയരുന്ന സാധ്യതയുണ്ട്. മാത്രവുമല്ല തിരമാലകളുടെ ഉയരം, ഒപ്പം തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരത്തേക്ക് കടൽ അടിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം നദികളിൽ കാര്യമായ തരത്തിലൊന്നും തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അവിടെ അപകടമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് മഴ കനക്കുന്നു എന്നാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയുവാൻ കഴിയുന്നത്. അതിന് ശരി ബിനോയ്, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. വയനാട് മുതൽ കോട്ടയം വരെ 9 ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് 3 ദിവസത്തേക്ക് പ്രവേശനം നിരോധിച്ചു. ക്വാറികളുടെ പ്രവർത്തനവും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ പലയിടങ്ങളിലും വൻ നാശനഷ്ടം.